നിങ്ങൾ നോക്കിയേ, ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ ചില സന്ദർഭങ്ങളിൽ നിസ്കാരത്തെക്കാൾ പുണ്യമുള്ളതായിരിക്കും. ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ പള്ളിയിൽ ഇഅ്തികാഫ് തസ്ബീഹും തഹ്ലീലുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ചില സമയങ്ങളിൽ ഔട്ടിൽ പള്ളിയുടെ പുറത്ത് നിന്നാ നമുക്ക് കിട്ടും. പള്ളിക്കകത്ത് ഇരിക്കുന്നവനാണോ പള്ളിയുടെ പുറത്ത് നിൽക്കുന്നവനാണോ ശ്രേഷ്ഠത കൂടുതലെന്നൊരാൾ ചോദിച്ചാൽ ഒറ്റ മറുപടി കൊടുക്കാൻ പറ്റൂലെന്നായി പറയുന്നേ. ചിലപ്പോ പള്ളിക്കകത്തിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത പുറത്ത് നിൽക്കുന്നതിനുണ്ടാവും. അതെങ്ങനെയാ? മസ്ജിദുൻ നബവിക്കകത്തിരിക്കുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ ആകെ സങ്കടത്തിലാണ്, ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, കടം വാങ്ങിയതാണ്, ഇപ്പൊ എന്റെ കയ്യിലില്ല, അവധി 2-3 ആഴ്ച കൂടി വാങ്ങിയാൽ കൊള്ളാമായിരുന്നു, പക്ഷെ ഞാൻ ചോദിച്ചാൽ അദ്ദേഹം അവധി തരൂല, നിങ്ങൾ പറഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇഅ്തികാഫിരിക്കുന്ന ഇബ്നു അബ്ബാസ് തങ്ങൾ എവിടെയാ? മസ്ജിദുൻ നബവി. എഴുന്നേറ്റു അദ്ദേഹം, പുറത്തിറങ്ങി ചെരുപ്പ് ധരിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം അങ്ങോട്ട് ഉണർത്തുകയാണ്. എന്താണെന്നറിയോ? അങ്ങ് ഇഅ്തികാഫിലല്ലായിരുന്നോ? ഞാനായിട്ട് അങ്ങയുടെ പുണ്യം കളഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങൾ തിരു റൗളാ ഷരീഫിലേക്ക് ചൂണ്ടിക്കിട്ട് പറഞ്ഞു, ദാ ഈ കിടക്കുന്ന എൻ്റെ നായകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ഹദീസിൽ കാണാം, ആ കാലത്ത് ആ അടുത്ത സമയത്ത് റസൂലുള്ളാഹിയുടെ വഫാത്ത്, അതുകൊണ്ടാണ് കരഞ്ഞുപോയത്. എന്നിട്ട് പറഞ്ഞു, ആ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നൊരു സമയം, ആ സമയം ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ, ചിലപ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുറച്ച് കടം മാറി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് ഒന്ന് സംസാരിച്ചാൽ അദ്ദേഹത്തിന് ഒരു വീട് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാളുടെ ഏതെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ ഈ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ്, എത്രയോ വർഷത്തെ ഇഅ്തികാഫിനേക്കാൾ പുണ്യമാണ് പുറത്തേക്ക് പോയി ഒരു സഹോദരന്റെ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് എൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ കരഞ്ഞുവെന്നാണ്. നമ്മൾ വെളിയിലേക്ക് പോയി ഒരാൾക്ക് നമ്മളൊരു ഒപ്പിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു MP MLA വന്നു നമ്മളൊന്ന് സംസാരിച്ചാൽ അയാൾക്കൊരു വീട് കിട്ടും, അല്ലെങ്കിൽ ഒരു വഴി കിട്ടും, അല്ലെങ്കിൽ അയാൾക്ക് ചികിത്സയ്ക്ക് കുറച്ച് കാശ് കിട്ടുമെങ്കിൽ നമ്മൾ പള്ളിക്കകത്ത് ഇബാദത്ത് എടുത്തോണ്ടിരിക്കലല്ല ശ്രേഷ്ഠത, മറിച്ച് ആ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കലാണ്. ഞാൻ പറഞ്ഞു വന്നത്, സമയം, കാലം, ദിവസങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ വ്യത്യസ്തമാണ്. പല രീതിയിലാണ് നമ്മുടെ മുന്നിലേക്ക് വരിക. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാളെ റബ്ബിന്റെ മുമ്പിൽ സാക്ഷിയാണ്. അതുകൊണ്ട് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമല് എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി ഖൈറുൻ യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? അള്ളാന്റെ റസൂൽ പറഞ്ഞു, സുറൂറുൻ തുദ്ഖിലുഹു അലാ കുല്ലി മുസ്ലിം, ഒരു മുസ്ലിമിന് നീ കൊടുക്കുന്ന സന്തോഷമാണ്. എന്നാ വേറൊരു സമയത്ത് പറഞ്ഞ എന്താ? ഏറ്റവും ശ്രേഷ്ഠമായ അമല് അസ്സലാത്തു ലി വഖ്തിഹാ, കൃത്യസമയത്ത് നിസ്കരിക്കലാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സന്ദർഭം നോക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടവരാണ്. ഇപ്പൊ ഈ സമയത്ത് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ ഓതുന്നത് പുണ്യമുള്ള കാര്യമല്ലേ? 2 റക്അത്ത് നിസ്കരിക്കുന്നത് പുണ്യമുള്ള കാര്യമല്ലേ? ഞാൻ നിങ്ങളവിടെ ഇരുത്തിയിട്ട് ഞാൻ പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചുകൊണ്ട് നിന്നാൽ അത് തെറ്റാണെന്ന് ആരെങ്കിലും പറയോ? അല്ല. പക്ഷെ ഈ സമയത്ത് വേണ്ടത് എന്താ? നിങ്ങളുടെ മുന്നിലും പ്രസംഗിക്കലാണ്. നിങ്ങൾ ഇത്രയും പേര് ആൾക്കാരെ അവിടെ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ പള്ളിക്കകത്ത് കയറി ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ ഒരാൾക്കും എനിക്കെതിരെ ഒരു കാര്യത്തിനും ഇടപെടാൻ കഴിയില്ല. കാരണം ഞാൻ ഓതുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ. ഒരാൾക്കും കഴിയില്ല ആ ഖുർആൻ പിടിച്ചെറിയാനോ അല്ലെങ്കിൽ ഖുർആൻ മടക്കി വെച്ചിട്ട് വാ എന്ന് പറയാനോ കഴിയില്ല. കാരണം ഖുർആൻ ഷരീഫിനോട് നമുക്ക് അത്രയും ആദരവുണ്ട്. പക്ഷെ ഇപ്പൊ വേണ്ടത് എന്താ? ഖുർആൻ എടുത്ത് ഓതലല്ല, ഇപ്പൊ വേണ്ടത് നിസ്കരിക്കലല്ല, ഇപ്പൊ വേണ്ടത് എന്താ? നിങ്ങൾക്ക് ഇൽമ് പങ്കുവെക്കല. ഞാൻ പഠിച്ച നിങ്ങൾക്ക് പറഞ്ഞു തരലാണ്.
ഓരോ സമയത്തും ഓരോ വ്യത്യസ്തമായ അമലുകളുണ്ട്. അതുകൊണ്ട് ആ അമലുകൾ നമ്മൾ ചെയ്യുക. കാരണം എന്തെന്നറിയോ? യുനാദി കുല്ല യൗമിൻ അന യൗമുൻ ജദീദ്. ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ്, ഞാൻ പുതിയ പുതിയ ദിവസമാണ്. വഅന അലാ മാ തഅമലു ഫിയ ഷഹീദ്. നീ എന്താണോ എന്നിൽ ചെയ്യുന്നത് അത് കൃത്യമായി അത് ഞാൻ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുന്നതാ. സഹോദരങ്ങളെ, മൂന്നാമത്തെ സാക്ഷി അതാണ്. അതുകൊണ്ട് അതിന് നമ്മൾ സാക്ഷിയെ സ്വാധീനിക്കേണ്ടത് എങ്ങനെയാണ്? ഏത് സമയമാണോ ആ സമയത്ത് എന്താണോ അത് ചെയ്യുക. പള്ളിയിലേക്ക് വരും, വേറെ ഒന്നും വേണ്ട. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം അമലുകൾ ചെയ്യാം. നടന്നു വരുന്ന വഴിയിൽ ഒരാളെ കണ്ടു, അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, സ്വതക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിൽ. അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് അല്ലാത്തവൻ ഏറ്റവും വലിയ ലുബ്ധനാണ്. അപ്പൊ നമ്മൾ പറയും, ഉസ്താദെ അത് പിന്നെ അങ്ങനെ ലുബ്ധനാവും? റിഫായി ഷെയ്ഖിന്റെ ആണ്ടിന് വേണ്ടിയിട്ട് ഞാൻ 2 ആടും 4 ചാക്ക് അരിയാ കൊടുത്തത്, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. അഷ്റഫുൽ ഖൽക്കിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് അല്ലാത്തവന്റെ പേര് ബഖീൽ എന്ന് തന്നെയാ. അതുകൊണ്ട് നമ്മൾ ലുബ്ധന്മാരാകരുത്. ആ 2 ആട് കൊടുക്കണത് 1 ആട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ 2 കോഴി കൊടുത്താലും മതി. അത് ലുബ്ധനെന്ന് പറയില്ല. അവന്റെ സാമ്പത്തിക ഇല്ല എന്ന് തോന്നുന്നു എന്നേ സംഘാടകർ പറയുള്ളൂ, അല്ലാതെ പരമലുബ്ധനെന്ന് പറയില്ല. പക്ഷെ സ്വലാത്ത് ഇല്ലാത്തവനെ അഷ്റഫുൽ ഖൽക്ക പറഞ്ഞത് ബഖീൽ എന്ന്. അപ്പൊ പിന്നെ തിരുത്തി പറയാൻ വേറെ ആരും ലോകത്തില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോ നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കാൻ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു, എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു, നമുക്ക് കഴിയുമെങ്കിൽ കൊടുക്കുക. കയ്യിലൊന്നുമില്ല, നമ്മളെന്താ പറയേണ്ടത്? നമ്മളെന്താ? ഡയോജനിസ് നടന്നു വരുന്ന വഴിയിൽ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യൻ നഗരമധ്യത്തിൽ കൈനീട്ടിയിരിക്കാൻ. അയാളുടെ മുന്നിലേക്ക് ഓരോരുത്തർ വരുന്നു, നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുക്കുന്നു, അവർ നടന്നു പോകുന്നു, അയാളെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. ഡയോജനിസ് വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ കൈനീട്ടിയപ്പോൾ പോക്കറ്റിൽ തപ്പിത്തടഞ്ഞിട്ട് പറഞ്ഞു, കയ്യിലൊന്നും ഇല്ലല്ലോ സഹോദര എന്ന് പറഞ്ഞു. അയാൾ തന്റെ കയ്യിലിരുന്ന ഭിക്ഷാപാത്രം അടിവാരത്തൊഴുകുന്ന അരുവിയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഭിക്ഷക്കാരൻ ചാടി എണീറ്റു. അയാൾ പറഞ്ഞു, ഞാൻ ഇനി അവസാനിപ്പിച്ചു എന്റെ ഭിക്ഷാടനം, ഞാൻ എന്റെ ഭിക്ഷാടനം അവസാനിപ്പിച്ചു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പുരുഷായുസ് ജീവിക്കാനുള്ളത് കിട്ടി, എനിക്കൊരു പുരുഷായുസ് ജീവിക്കാനുള്ളത് ഇപ്പൊ കിട്ടി. ഡയോജനിസ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊന്നും തന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, പക്ഷേ നിങ്ങൾ എന്നെ സഹോദര എന്ന് വിളിച്ചല്ലോ, ഒന്നും ഇല്ലല്ലോ സഹോദര എന്ന് പറഞ്ഞല്ലോ. ആ ചേർത്ത് നിർത്തൽ, ആ ഒരു നല്ല വിളി. സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മാടെ ഉദരത്തിൽ കൂടെ സഹവസിച്ചവർക്കാണ് സഹോദരൻ എന്ന് പറയുക. ഉദരത്തിൽ സഹവസിക്കുക, അതാണ് സഹോദരൻ. അപ്പം കൂടപ്പറപ്പേ എന്ന് വിളിക്കാൻ നിങ്ങൾ കാണിച്ചൊരു മനസ്സ്, അത് മതി എനിക്കൊരു പുരുഷായുസ് ജീവിക്കാൻ. കണ്ടോ, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ എന്താ? ഖൗലുൻ മഅറൂഫുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എടുത്തു പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയും ആൾക്കാരെ കൊടുത്തിട്ട് അതിന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുകയും ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് ഖൗലുൻ മഅറൂഫ്, നല്ലൊരു വാക്കാ. വീട്ടിൽ ആരെങ്കിലും കയറി വന്നു, കൊടുക്കാൻ ഒന്നുമില്ല, നമ്മൾ കരുതുന്ന എന്താ? എങ്ങോട്ട് ശ്രദ്ധിക്കുക, നമ്മൾ കരുതുന്ന എന്താ? കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല. ആ സമയത്ത് നമ്മൾ പറയും, പടച്ചോനെ ഇന്നത്തെ എന്റെ അമല് പോയി. ഒരു സങ്കടവും വേണ്ട. അവരുടെ അടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് പറയണം, അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ, എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നേനെ, പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അള്ളാഹു നിങ്ങൾക്ക് ഇതിന് പകരം എവിടെന്നെങ്കിലും തരും, ഞാനും ദുആരക്കാം നിങ്ങളും ദുആരക്കിൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് മതി 1 ലക്ഷം കൊടുക്കുന്നതിനേക്കാൾ പുണ്യം. ആ വെള്ളിയാഴ്ച ബക്കറ്റ് കൊണ്ടുവരുന്നവനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് അള്ളാഹ് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് തരും, അതുകൊണ്ട് ഇപ്പൊ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇല്ലാത്തവൻ സങ്കടപ്പെടണ്ട. ആരാ പള്ളി വെക്കാൻ 5 ലക്ഷം കൊടുക്കുന്നത്? ഒരാൾ ചാടി എണീറ്റ് പറഞ്ഞു, ഞാൻ കൊടുക്കാം. അടുത്ത ഗ്രേഡ് കുറഞ്ഞു വന്നു. 1 ലക്ഷം ആരാ? കുറച്ചു പേര് പറഞ്ഞു. 50,000 ആരാ? കുറെ പേര് പറഞ്ഞു. 25,000 ആരാ? 10,000 ആരാ? 5,000 ആരാ? ഇതൊക്കെ പറയുമ്പോഴും നാട്ടിലെ ഏറ്റവും പ്രമുഖരും പ്രമാണിമാരും പ്രഭുക്കളും ഒക്കെ ഓരോ സംഖ്യ വിളിച്ചു പറയുമ്പോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കുന്ന സാധാരണക്കാരനായ ഒരു സഹോദരൻ അവിടെ ഇരിക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവനാണ്.
അവന് കൊടുക്കണ്ടേ, അവന് ഈ ദുആ വേണ്ടേ, അവൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അവന്റെ മനസ്സ് പിടയ്ക്കുകയാണ്. അവസാനം അവൻ ബക്കറ്റ് കൊണ്ടുവന്നപ്പോ അവന്റെ കയ്യിലുള്ള കീറി പറഞ്ഞ 10 രൂപയുടെ ഒരു നോട്ടെടുത്തിട്ടിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, മതി. അവിടെ 5 ലക്ഷം കൊടുത്തവനേക്കാൾ പുണ്യം. അഖ്ലിസു ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. നീ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ കുറഞ്ഞ അമൽ മതി നിനക്ക് കുറഞ്ഞ അമലുകൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. എത്രയോ സ്ഥലത്തെന്നറിയോ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ദുആ കുറഞ്ഞു പോയതിന്റെ പേരിൽ കമ്മിറ്റിക്കാരുമായിട്ട് ഉടക്കുണ്ടാക്കിയ മഹാന്മാര് അറിയോ? പേര് പൂർത്തിയാക്കി വായിക്കാത്തതിന്റെ പേരിൽ പൈസ കൊടുക്കാത്ത എത്രയോ പേരുണ്ടെന്നറിയോ? അക്കൂട്ടത്തില് 2 ലക്ഷം പറഞ്ഞു. 2 ലക്ഷം പറഞ്ഞിട്ട് എനിക്ക് 2 ലക്ഷത്തിന്റെ ദുആ കിട്ടിയില്ലല്ലോ. 5000 കൊടുത്തവന് കൂടുതൽ ദുആരെന്നു, 2 ലക്ഷം കൊടുത്ത് എനിക്ക് കുറച്ചേ ദുആരെന്നുള്ളൂ. മാത്രമല്ല എന്റെ പേര് പൂർത്തീകരിച്ചു പറഞ്ഞില്ല, എന്റെ പേര് എഴുതിയപ്പോ ചെറിയ അക്ഷരമായി പോയി, വലിയ അക്ഷരമായില്ല. ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന ഒരാളുടെ 2 ലക്ഷമാണോ വലുത്? ബക്കറ്റ് കൊണ്ടുവന്നപ്പോ ഇല്ലാത്ത പേഴ്സിൽ നിന്ന് ഇല്ലാത്ത കാലത്ത് ഒരു 10 രൂപ എടുത്തിട്ടവനാണോ നല്ലവൻ? നിങ്ങൾ ചിന്തിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ സമയം നമ്മളെ തേടിയെത്തുമ്പോൾ ആ സമയത്ത് ചെയ്യേണ്ട അമലുകളുണ്ട്. കയ്യിൽ പൈസ ഇല്ലാന്ന് കരുതിയിട്ട് സദഖ കൊടുക്കാൻ പറ്റാത്തതിൽ എനിക്കെന്തേ അള്ളാഹു ഈ സമയത്ത് അമൽ ചെയ്യാനുള്ള ഭാഗ്യം തന്നില്ല എന്ന് ചിന്തിക്കരുത്. പകരം നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്ക് ഈ സമയത്തുള്ള അമലെന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് വെളുക്ക ചിരിക്കലാം. അതാണ് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നത് സദഖ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിശ്വാസി അങ്ങനെയാണ്. അവന്റെ ശ്വാസം പോലും ഇബാദത്താണ്. അവൻ കക്കൂസി പോകുന്നത് പോലും ഇബാദത്താണ്. അവൻ ടോയ്ലറ്റിൽ പോകുന്നത് പോലും ഇബാദത്ത്. ഇത് വേറെ ഏത് സമുദായത്തിന് കിട്ടും? ഇത് പറയുമ്പോ ചിലപ്പോ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കണ കുറെ എക്സ് മുസ്ലിം ഉണ്ട്, നജസുകൾ. എവർക്കൊക്കെ അങ്ങോട്ട് വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. കുറെ നിരീശ്വരവാദികളുണ്ട്, കുറെ യുക്തിവാദികളുണ്ട്. ഇവനൊന്നും പറയുന്നതിന് യാതൊരു മറുപടി അർഹിക്കുന്നില്ല. ഇതൊന്നും കാണാത്തത് കൊണ്ടല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് അഡ്മിന്മാര് പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല കാര്യമാണെങ്കിൽ മാത്രമാണ് അത് പോസ്റ്റ് ചെയ്യുക. ഇത് ലോകം മൊത്തം കാണുന്ന കാര്യമല്ലേ? അതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ വേറെ ജോലിയില്ലേ? ഇങ്ങനെ നീട്ടി പറയുന്നത് എന്തിന്? ഇടോ, നീട്ടി പറയുന്നത് കേൾക്കാൻ നിൽക്കുന്ന എന്തിനാ നിങ്ങൾ? ഞങ്ങളെ പറയുന്നത് ഞങ്ങളെ കേൾക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹത്തോടാ. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അടിച്ചു കളയാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് സബ്സ്ക്രൈബും ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഫോളോയും ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് കുറ്റം പറയുന്നത്? അപ്പൊ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കുറെ ജനങ്ങളുണ്ട്. അവരോട് ഒന്നും പറയാനില്ല. കാരണം നമുക്ക് അല്ലാതെ പറയാൻ തന്നെ വിഷയം എമ്പാടുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. ഈ പറയുന്നവരോട് മറുപടി കൊടുത്തുകൊണ്ട് നിൽക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ഓരോ സമയവും ഓരോ ഇബാദത്തുകൾക്കുള്ള സമയമാണ്. നമ്മൾ മറ്റ് സമുദായത്തിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് തുപ്പുന്നത് പോലും ഇബാദത്താണ്. തുപ്പുന്നത് പോലും ഇബാദത്താണ്. കുളിക്കുന്നത് ഇബാദത്താണ്. എന്തോ ഒരു മനോഹരമായ സംസ്കാരമാണ് നമ്മുടേത്. അഭിമാനത്തോട് നമുക്ക് പറയാം, തുപ്പുന്നത് ഇബാദത്താണ്. എങ്ങോട്ട്? വലതുഭാഗത്തേക്ക് മുൻഭാഗത്തേക്കും തുപ്പാൻ പാടില്ല, കറാഹത്താൻ. തുപ്പേണ്ടി വന്നാൽ അല്ലാഹുവേ ഞാൻ ഇടതുഭാഗത്തേക്കാണ് തുപ്പുന്നത്, കാരണം എൻ്റെ റസൂൽ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇടത്തേക്ക് തുപ്പുന്നു എന്ന് മനസ്സിൽ നിയത്ത് വെച്ചോ. അല്ലെങ്കിൽ വലത്തോട്ട് തുപ്പാൻ ഒരുങ്ങുമ്പോ അല്ല, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇടത്തോട്ട് തുപ്പ് ഇബാദത്താണ്. ആ സമയത്ത് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഇബാദത്താണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ തുപ്പിയ ആ സമയം സാക്ഷിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് മൂന്നാമത്തെ സാക്ഷി. വിശദീകരിക്കണ്ടല്ലോ. ഇനി നാലാമത്തെ സാക്ഷി ഏതെന്നറിയോ? മറക്കല്ലേ, ഒന്ന് മലായിക്കത്തുകളാ, 2 ഭൂമിയാ, മൂന്നാമത്തേത് സഹോദരങ്ങളെ ഓരോ ദിവസം ഓരോ മണിക്കൂറുകൾ സമയമാണ്, കാലമാണ്. ഇനി നാലാമത്തേത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുകയാ, യൗമ തശ്ഹദു അലൈഹിം, അവരുടെ മേൽ സാക്ഷിയാകുന്നത് അല്ലാഹ് പറയുന്നു, അൽസിനത്തുഹും, അവരുടെ നാവാ, വഅയ്ദീഹിം, അവരുടെ കൈകളാ, വഅർജുലുഹും, അവരുടെ കാലുകളാ, ബിമാ കാനൂ യഅമലൂൻ,
അവര് ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാം സാക്ഷി നിൽക്കുന്നതാ. സഹോദരങ്ങളെ, നാവ് മാത്രമല്ല, കൈകളും കാലുകളും നാളെ സാക്ഷിയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന അർത്ഥം പറയാനുള്ള സമയം നമുക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നാളെ പരലോകത്ത് ചെന്നിട്ടൊരു അടിമ അള്ളാന്റെ കോടതിയിൽ തർക്കിക്കുകയാണ്. എന്താ തർക്കിക്കുന്നത്? അല്ല പറയും, നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തല്ലോ. അപ്പൊ അള്ളാഹുവിനോട് അവൻ പറയുന്നു, സാക്ഷി വല്ലതും ഉണ്ടോ? ഇത് ഉള്ള കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അള്ളാഹുവേ പടച്ചവനെ, സാക്ഷികൾ വല്ലതുമുണ്ടോ? ആ സമയത്ത് അള്ളാഹു പറയും, അത്രേ, കഫാ ബിനഫ്സികൽ യൗമ അലൈക ഷഹീദാ. സാക്ഷി വേറെന്തിനാ? മലായികത്തുണ്ട്, ഭൂമിയുണ്ട്, ഓരോ ടൈമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഷഹീദാ. മോനെ, നിന്റെ ശരീരം തന്നെ സാക്ഷികളാ, പിന്നെന്തിനാ വേറെ സാക്ഷിയെ വിളിക്കുന്നത്? അപ്പൊ യവൻ ചോദിക്കും, അത്രേ, അള്ളാഹുവിനോട്, പടച്ചോനെ, എന്റെ ശരീരത്തിന്റെ ഏത് അവയവമാണ് സാക്ഷിയാവുക? നാക്കാണെങ്കിൽ കള്ളം പറയും. നാവിന്റെ സഹജമായ സ്വഭാവം കളവ് പറയലാണ്. ആ കള്ളം പറയുന്ന നാക്ക്, നമ്മൾ ആരാ കള്ളം പറയാത്തത്? നമ്മളിൽ ആരാണ് കളവ് പറയാത്തത്? അശ്രദ്ധമായോ അലക്ഷ്യമായോ മനഃപൂർവമോ ബോധപൂർവമോ നമ്മൾ പറയും കള്ളം. കളവ് പറയാത്ത ലോകത്താരുമില്ല. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി എവിടെ എത്തിയെന്ന് ചോദിക്കും. തൊട്ടടുത്ത ജംഗ്ഷൻ പറയും നമ്മൾ. യഥാർത്ഥത്തിൽ നമ്മളിവിടെ നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന എന്താ? അത് വലിയൊരു കള്ളമല്ലല്ലോ, അത് വലിയ കള്ളമല്ലല്ലോ. എവിടെ എത്തി? ഞാൻ അതാ മൈനാപ്പള്ളി എത്താറായി, ഞാൻ വടക്ക മൈനാപ്പള്ളി എത്തി. യഥാർത്ഥത്തിൽ ഇടവരശ്ശേരി നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ അവരെ ഒന്ന് സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്കാ കളവ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്നവരാണ്. മക്കൾ വീട്ടിൽ നമ്മൾ മക്കൾക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് മക്കൾക്ക് മുട്ടായി കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അടുത്തേക്ക് വരുമ്പോ ഇങ്ങനെ തന്നെ ഹദീസിലുള്ളതാ, അത് കൊടുക്കാതെ വാങ്ങാതെ ആ മകനെയും മകളെയും വാരിക്കോരി എടുത്ത് മുത്തം കൊടുത്ത് സ്നേഹം പങ്കിടുന്ന പിതാവ് കളവ് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കളവ് അത് നമ്മൾ പലരും പറയുന്നതാ. അറിഞ്ഞോ അറിയാതെയോ അലക്ഷ്യമായോ ബോധപൂർവമോ നമ്മൾ പറയുന്ന ഒന്ന് കളവാണ്. മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ് നാവ് കളവ് പറയാന്നുള്ളത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന കലിമയുടെ ആളുകൾ കളവ് പറയില്ല. ലാ ഇലാഹ ഇല്ലല്ലായുടെ ആളുകൾക്ക് കളവ് പറയാൻ പറ്റൂല. ഒരിക്കൽ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയേ, അയകൂനുൽ മുഅ്മിനു ജുബാനാ, ഒരു സത്യവിശ്വാസി ഭീരുവാകുമോ? ഒരു സത്യവിശ്വാസി ഭീരുവാകുമോ? രാത്രി ചില മക്കൾക്ക് പുറത്തിറങ്ങാൻ വലിയ പേടിയാണ്. രാത്രി സഞ്ചരിക്കാൻ പേടിയുള്ള ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില്. അവ ഉമ്മ അവനോട് പറഞ്ഞു, മോനെ ഇച്ചിരി പഞ്ചസാര വാങ്ങി വാ, അല്ലെങ്കിൽ അല്പം ചായപ്പൊടി വാങ്ങി വാ, അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങി വാ എന്ന് പറഞ്ഞ് മക്കൾക്ക് പോകാൻ പേടിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉമ്മമാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് ഈമാൻ ഇല്ലേടാ? നിങ്ങൾക്ക് ഈമാൻ ഇല്ലേടാ? ഈമാനും പേടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അയകൂനുൽ മുഅ്മിനു ജുബാന, നബിയെ, ഭീരുവാവുക ഒരു വിശ്വാസി? നബി തങ്ങൾ പറഞ്ഞു, നഅം യകൂനുൽ മുഅ്മിനു ജുബാന, ഒരു വിശ്വാസി ഭീരുവാവും. സഹാബി ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞല്ലോ, നബിയെ, എനിക്ക് ജിഹാദ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ട്, ശത്രുക്കളോട് പോരാടണമെന്ന് ആഗ്രഹമുണ്ട്, ഒക്കെ ആഗ്രഹമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ? വാള് കണ്ട അപ്പൊ ഞാൻ വീണ് പോകും നബിയെ, എനിക്ക് വിറയൽ വരും, ഞാൻ എന്താ ചെയ്യേണ്ടത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, അലൈക ബിൽ ഹജ്ജ് വൽ ഉംറ, നീ പോയി ഹജ്ജ് ചെയ്താൽ മതി, അത് തന്നെ നിന്റെ ജിഹാദ്, അത് തന്നെ നിന്റെ ജിഹാദ്. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭീരുവാവുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ എതിരല്ല. അയകൂനുൽ മുഅ്മിനു ജുബാന, ഒരു വിശ്വാസി ഭീരുവാകുമോ നബിയെ? അതേ, യകൂനുൽ മുഅ്മിനു ജുബാന, ഒരു വിശ്വാസി ഭീരുവാകും. രണ്ടാമത് ചോദിച്ചു, അയകൂനുൽ മുഅ്മിനു ബഖീല, ഒരു വിശ്വാസി ലുബ്ധനാകുമോ നബിയെ? പള്ളിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ, ആണ്ട് നേർച്ചയ്ക്ക് ചോദിച്ചപ്പോൾ, മദ്രസയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ, മതവിജ്ഞാന സരസിന് വേണ്ടി ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്ന ഒരാൾ മോമിനാകുമോ? നമ്മൾ പറയും, പള്ളിക്ക് 5 പൈസ കൊടുക്കാത്തവൻ ഓ മോമിനാണോ എന്ന് നമ്മൾ ചോദിക്കും. മോമിൻ തന്നെ, ഒരു സംശയമില്ല. കാരണം യകൂനുൽ മുഅ്മിനു ബഖീല, വിശ്വാസി ലുബ്ധനാകും. നബി തങ്ങളോട് മൂന്നാമത് ചോദിച്ചു, അയകൂനുൽ മുഅ്മിനു കദ്ദാബ, നബിയെ, എന്നാ ഞാൻ ചോദിക്കട്ടെ, കള്ളം പറയുന്നവനാവോ മുഅ്മിൻ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യകൂനുൽ മുഅ്മിനു കദ്ദാബ, ഒരു വിശ്വാസി കളവ് പറയൂല. എന്തുകൊണ്ടാ?
എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി കളവ് പറയില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? ഏറ്റവും വലിയ സത്യവാചകം ഏതാ? ലോകത്തെ ഏറ്റവും വലിയ സത്യം, അതിനപ്പുറത്ത് വേറൊരു സത്യം ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ സത്യവാചകം ഒന്നേ ഒന്ന്. അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാക്കിയുള്ളതെല്ലാം ചിലതൊക്കെ കളവാകാം, ചിലതൊക്കെ അർദ്ധസത്യങ്ങളാകാം, അല്ലെങ്കിൽ പൂർണ്ണ സത്യമാകാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ പൂർണ്ണ സത്യമുള്ള വാചകം ഒന്നേ ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.